ഇപ്പോൾ ഷിത വടകരയിൽ നിന്ന് ഷിത അല്പം മുൻപാണ് മുല്ലപ്പള്ളിയുടെ വാർത്താ സമ്മേളനം അറ്റൻഡ് ചെയ്തത്. ഷിത, മുല്ലപ്പള്ളി എന്താണ് പറയുന്നത്? ഈ കാര്യത്തിൽ എന്തെങ്കിലും ഒന്ന് വിട്ടുപറയാൻ അദ്ദേഹം തയ്യാറാവാത്ത എന്തുകൊണ്ടായിരിക്കും? നിഷാദ്, അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് നമ്മളെല്ലാം തന്നെ നേരത്തെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന പോലെ തന്നെ KPCC രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. വയനാട്ടിൽ മത്സരിക്കണമെന്നുള്ളൊരു കാര്യം രാഹുൽ ഗാന്ധിയോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ കാര്യം അദ്ദേഹവും AICCയും അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നുള്ള ഒരൊറ്റ കാര്യം മാത്രമാണ് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി പറഞ്ഞിട്ടുള്ളത്. ഒപ്പം തന്നെ മറ്റു ചോദ്യങ്ങൾ, ഏത് സാഹചര്യത്തിലാണ് ഇത്തരമൊരു തീരുമാനമെടുത്തത് എന്നുള്ളത് അടക്കമുള്ള ഒരു ചോദ്യങ്ങൾ ഉയർന്നു വന്നിരുന്നു. എന്നാൽ അതിനൊന്നും തന്നെ മറുപടി പറയാൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ തയ്യാറായിട്ടില്ല. ഒപ്പം അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, നാളെ രാവിലെ 10 മണിയോടുകൂടെ തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാകും. ആ സമയത്ത് താൻ മാധ്യമപ്രവർത്തകരെ കാണാം. ഇതിൽ എങ്ങനെയാണ് ഈ കാര്യങ്ങൾ ഇതിലേക്ക് എത്തിത്തീർന്നത് എന്നുള്ള കാര്യമെല്ലാം തന്നെ അപ്പോൾ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ തനിക്ക് ഒന്നും തന്നെ വെളിപ്പെടുത്താൻ സാധിക്കില്ല. തനിക്ക് മറ്റൊരു കാര്യവും പറയാനില്ല എന്ന് അദ്ദേഹം പറയുകയും വാർത്താ സമ്മേളനം നിർത്തുകയുമാണ് ഉണ്ടായിരുന്നത്. ആകെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്നുള്ളത്, രാഹുൽ ഗാന്ധിയോട് ഇക്കാര്യം KPCC ആവശ്യപ്പെട്ടു, അത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നുള്ളൊരു കാര്യമാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്നുള്ളതാണ് നിഷാദ്. ഷിത ജഗത്താണ് വിവരങ്ങൾ നൽകിയത് വടകരയിൽ നിന്ന്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്ന കാര്യത്തിൽ തന്നെ ഉറപ്പായി കഴിഞ്ഞിരിക്കുന്നു. കേരളത്തിലെ എല്ലാ പ്രധാനപ്പെട്ട കോൺഗ്രസ് നേതാക്കളും മറ്റ് കക്ഷി നേതാക്കൾ എല്ലാവരും തന്നെ രാഹുൽ ഗാന്ധിയെ സ്വാഗതം ചെയ്തുകൊണ്ടുള്ള വാർത്താ സമ്മേളനം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട്.